2 ദിവസം മഴ പെയ്തപ്പോൾ തന്നെ ഞങ്ങളുടെ റോഡിൻ്റെ അവസ്ഥ ഉണ്ടോ. അപ്പോൾ ഇതുപോലെ 2 ദിവസം കൂടെ പെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും വെള്ളം ഇറക്കാം, ആ ഒരു അവസ്ഥയാകുവേ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് കോട്ടയം ജില്ലയിലെ കാർഷിക ഗ്രാമമായിട്ടുള്ള കോഴായിലാട്ടോ. അപ്പോൾ രാവിലെ തന്നെ സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങിയതാണ്. നല്ല മഴയാണ്. അപ്പോൾ കോഴ എന്ന് പറയുന്നത് വെറും ഒരു കാർഷിക ഗ്രാമമല്ല, നമ്മുടെ കേരളത്തിൻ്റെ പഴയ ഒരു മുഖച്ഛായ നമുക്ക് എവിടേക്കോ കാണാൻ സാധിക്കും കേട്ടോ. അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുമാത്രമല്ല, കൃഷിയെ പ്രോത്സാഹിപ്പിക്കാനും കൃഷിയെ വളർത്താനും സാങ്കേതികമായിട്ടുള്ള അറിവൊക്കെ പകർന്നു നൽകാനും ഗവേഷണങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ ഈ ഒരു കോഴയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് വെറും ഒരു കാർഷിക ഗ്രാമം അല്ല എന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ല കിടിലം മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായിട്ട് നല്ല മഴയാണല്ലോ, ഇങ്ങനെ തോരാതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് കണ്ടത്തിലൊക്കെ നോക്കിയാൽ വെള്ളം കയറി കിടക്കുന്ന ഒരു കാഴ്ചയുണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു സീസൺ, ഈ മഴ സീസണൊക്കെ മൺസൂൺ സീസൺ തുടങ്ങുമ്പോഴാണല്ലോ കണ്ടം കൃഷിയൊക്കെ ആരംഭിക്കുന്നത്. അപ്പോൾ ഞാറുനടിയിൽ എങ്ങനെയൊക്കെ ഉണ്ടെന്നൊക്കെ ഓർത്ത് വന്നതാണ്. ഈ ഒരു സമയത്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ഞാറുനടിയിൽ ആ ഒരു പ്രക്രിയകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഇവിടെ കണ്ടത്തിലിപ്പോൾ ഇത്രയും വെള്ളം കയറി കിടക്കുന്നതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ മഴ വന്നപ്പോൾ ജസ്റ്റ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഇവിടെ കയറി നിന്ന് കേട്ടോ. MC റോഡൊക്കെ അതിലെയാണ് പോകുന്നത്. അതുപോലെ തന്നെ കുറവലങ്ങാട് ടൗൺ ആണ് തൊട്ടടുത്ത്, അവിടെയാണ് കുറവലങ്ങാട് ടൗൺ ഒക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു മേഖലയിലൊക്കെയാണ് കൂടുതലും കണ്ടം കൃഷിയാണ്. ഈ കണ്ടം കൃഷി അവിടെ നിന്ന് അങ്ങ് തുടങ്ങി കഴിഞ്ഞാൽ അങ്ങ് ഒത്തിരി ഒരുപാട് ദൂരം ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാ കണ്ടവും ഇതുപോലെ തന്നെ കിടക്കുവാണ്, വിതച്ചിട്ടൊന്നുമില്ല, അതിനുള്ള ടൈം ആകുന്നില്ല. ഈ വെള്ളം എല്ലാം ഇറങ്ങി പോകണ്ടേ. ഇത് ഈ മഴ പെയ്ത് അങ്ങനെ ഒഴുകി പോകുന്ന വെള്ളം കേട്ടോ. ഇവിടെ വെള്ളം കെട്ടി കിടക്കുവാണ്. അപ്പോൾ ഈ ഒരു വഴി അങ്ങോട്ട് അവിടെ ഒരു വീട്ടിലേക്ക് കിടക്കുന്ന വഴിയാണ്. ആ പ്രദേശത്തൊക്കെ ആ ഒരു ഭാഗത്തൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കണ്ടോ. നല്ല മൂടിക്കെട്ടിയാണ് അന്തരീക്ഷം. അവിടെ ഒരു തെളിച്ചൊക്കെയൊന്നും ഇല്ല കേട്ടോ. ഇന്ന് ഈ കെട്ടിടം എന്താണെന്നറിയില്ല, ഒരു വീടൊന്നുമില്ല കേട്ടോ. ഇതെന്തോ കാറ്ററിങ്ങിൻ്റെ അവരുടെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വയ്ക്കാനുള്ള ഒരു ഇതാണെന്ന് തോന്നണം കേട്ടോ. ആ പൈപ്പും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാം. എന്തായാലും ഇത് അടച്ചു പൂട്ടിയിട്ടേക്കുവാണേ. ഇവിടെ ഈ വണ്ടിൻ്റെ മണം കേട്ടോ. നമ്മുടെ ഈ പാറവണ്ടെന്നൊക്കെ പറഞ്ഞില്ല, മുപ്പിളി വണ്ട്, ഇതിപ്പോൾ ഇത് പ്രവർത്തിക്കുന്നില്ലേ. ഇങ്ങനെ കുറേ നാളായെന്ന് തോന്നുന്നു ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. എന്തായാലും കേട്ടോ, ഇത് നോക്കി ഈ ഇതുണ്ടോ പലകയം കൊണ്ടുള്ള ഇങ്ങനെ ഗ്രില്ല് കൊടുത്തേക്കണം. പണ്ട് ഈ വീടുകളിലൊക്കെ നമ്മൾ ചെയ്യില്ല, അതുപോലെ തന്നെയുള്ള പഴയ ഒരു കെട്ടിടമാണേ. അപ്പം മഴ പതുക്കെ തോർന്നിട്ടുണ്ട്, നമുക്ക് മെല്ലെ ചലിക്കാം. അപ്പോൾ സൈക്കിൾ കുറേ നാളായി എടുത്തിട്ട്, ഈ വേനൽക്കാലമൊക്കെ ആയതുകൊണ്ട് അങ്ങനെ റൈഡൊക്കെ കുറച്ച് വെച്ചേക്ക് പറഞ്ഞു. മഴ ടൈമിലാണല്ലോ നമ്മൾ മെയിനായിട്ടും സൈക്കിൾ ചവിട്ടാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത് ഇവിടുത്തെ കോഴായിലെ ഒരു പള്ളിയാണേ. ഈ MC റോഡിൻ്റെ അരികത്ത് തന്നെ ഉള്ളതാട്ടോ. ഔസേപ്പിതാവിൻ്റെ നാമത്തിലുള്ള ഒരു പള്ളിയാണ്. അതുപോലെ തന്നെ ഈ റോഡിൻ്റെ സൈഡ് കണ്ടു കഴിഞ്ഞാൽ പൂച്ചെടികൾ, ഇത് കണ്ടോ, പലതരത്തിലുള്ള പൂച്ചെടികൾ നട്ടുപിടിപ്പിച്ചേക്കണം. പണ്ട് മുതലുള്ള ഒരു കാഴ്ച കേട്ടോ. അത് നല്ല രസമാണ് ഇങ്ങനെ നിൽക്കണ കാണാനായിട്ട്. ഇത് നോക്കിയാൽ ചെത്തിയുണ്ട്, ചെത്തി, അതിൻ്റെ ഇടയിൽ നമ്മുടെ സൈക്കിൾ ഇരിക്കണുണ്ടോ. അതുപോലെ കോളാമ്പിപ്പൂവ്, അങ്ങനെയുള്ള ഒരുപാട് തരത്തിലുള്ള ചെടികൾ അങ്ങ് ദൂരത്തുണ്ട്. MC റോഡിൻ്റെ സൈഡിൽ അങ്ങനെ കുറേ ദൂരത്തായിട്ട് നമുക്ക് കാണാം. നല്ല രസമാണ് അതിങ്ങനെ നിൽക്കണ കാണാനായിട്ട്. ലോട്ടറി കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? മഴയല്ലേ? ആ. അപ്പോൾ ഇത് ഈ റോഡ്, ഈ വലത്തേക്ക് കിടക്കുന്ന റോഡ്, ഇത് കോഴയിൽ നിന്ന് ഞീഴൂർക്ക് പോകുന്ന റോഡാട്ടോ. നമുക്ക് ഇലഞ്ഞി പെരുവേക്ക് ഇതുവഴി പോയാൽ എത്താൻ പറ്റും. നല്ല ടാർ ചെയ്തേക്കണ റോഡാണ്. ഇത് നബാർഡിൻ്റെ ഒരു പ്രോജക്റ്റാട്ടോ. ധാരാളം വാഹനങ്ങളൊക്കെ പോകുന്ന വഴിയാണ്. ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് നമുക്ക് കണ്ടം കൃഷി തന്നെയാണ്. പക്ഷേ കണ്ടത്തിലെ എന്താ സംഭവം. അപ്പോൾ ഇതാട്ടോ ആ ഒരു മഞ്ഞ കളർ കണ്ടില്ലേ, കടുകുപാടം ഇങ്ങനെ പൂത്ത് നിൽക്കണ പോലെ ഉണ്ട്. ശരിക്കും അങ്ങനെ തന്നെ തോന്നും കേട്ടോ. പക്ഷേ ഇതെന്താണ് സംഭവം, ഇതെന്തോ ഒരു കാട്ടുചെടികൾ ഇങ്ങനെ വളർന്നു നിൽക്കുന്നതാണ്. അതിലൊരു കായൊക്കെ ഉണ്ട്. ഈ കൃഷിയൊക്കെ ഇറക്കാത്തതുകൊണ്ട് തന്നെ മൊത്തം കാട് പിടിച്ച് കിടക്കും കേട്ടോ. ഇനി ഇവിടെ താമസിക്കാതെ മിക്കവാറും കൃഷിയൊക്കെ ഇറക്കും. എല്ലാ വർഷവും ഇവിടെ നെൽകൃഷി ചെയ്യുന്ന പാടശേഖരങ്ങളാട്ടോ ഇത്. അപ്പോൾ ഈ മഴക്കാലമായി കഴിഞ്ഞാൽ നാട്ടിൻപുറങ്ങളിലൊക്കെ ഊത്ത് പിടിക്കുക എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട് കേട്ടോ. ഈ വല വെച്ചിട്ടും പിന്നെ പണ്ട് കാലത്തൊക്കെയാണെന്നുണ്ടെങ്കിൽ മുളയുടെ കൂടെ വെച്ചിട്ടൊക്കെയാണ് മീനെ പിടിച്ചുകൊണ്ടിരുന്നത്. ഇത് വേറെ രീതിയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ മീൻ ഒഴുകി വന്ന് വലയിലേക്ക് ചാടുന്നതല്ല, അതിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ചാടുന്നത്. ഈ വലയുടെ അടിയിൽ കൂടെ പോയിട്ട് ഇങ്ങനെ ആ വെള്ളം അങ്ങനെ ഫോഴ്സിൽ വരുന്നതുകൊണ്ട് മീൻ ഇങ്ങനെ മേളിലേക്ക് തെറിക്കും, അങ്ങനെ വലയിലേക്ക് വന്ന് ചാടുവാണേ. അപ്പോൾ കോഴ കഴിഞ്ഞാൽ അടുത്ത സ്ഥലം എന്ന് പറയുന്നത് കുറവലങ്ങാടാട്ടോ. കുറവലങ്ങാട് ടൗണിൻ്റെ ഭാഗങ്ങളൊക്കെയാണ് ഈ കാണുന്നത്. അപ്പോൾ കുറവലങ്ങാട് ടൗൺ ഈ അടുത്ത കാലം കൊണ്ട് ഒരുപാട് വികസനങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ. ഒരുപാട് സ്ഥാപനങ്ങളും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ടൗൺഷിപ്പ് തന്നെയാണ്. എറണാകുളം ജില്ലയുടെ ഒരു അതിർത്തി ഗ്രാമം എന്നൊക്കെ പറയാം. MC റോഡിലാണ്, അതുകൊണ്ട് തന്നെ നല്ല തിരക്കുള്ള ഒരു ടൗൺ തന്നെ കേട്ടോ. അപ്പോൾ കുറവലങ്ങാട് ടൗണിൻ്റെ അധികം കാഴ്ചകളിലേക്കൊന്നും എന്തായാലും തൽക്കാലം പോകുന്നില്ല. പച്ചയായ ഗ്രാമത്തിൻ്റെ കാഴ്ചകളാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. കുറവലങ്ങാട് ടൗൺ കഴിഞ്ഞാൽ നമുക്ക് കുരിയം വരും, കുരിയം, വെമ്പിള്ളി വരെ, ഇതൊക്കെ ഈ കാർഷിക ഗ്രാമം തന്നെയാണ്. അതായത് നമുക്ക് ഈ കൃഷികൾ കൂടുതൽ കാണാൻ സാധിക്കുന്നത് കോഴായിലും കുരിയം, വെമ്പിള്ളി ഭാഗത്തൊക്കെയാണ്.
കുറവിലങ്ങാട് അതിന് ഏകദേശം മധ്യഭാഗത്തുള്ളൊരു ടൗൺഷിപ്പ് ആട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്കിവിടെ കൂടുതലും കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്നാൽ കൂടുതൽ സ്ഥലങ്ങളിലേക്കൊന്നും പോകുന്നില്ല. മെയിനായിട്ടും കോഴായും അതുപോലെ തന്നെ നമ്മളിനി പോയിക്കൊണ്ടിരിക്കുന്ന വെമ്പിള്ളി ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് മെയിനായിട്ട് ഉൾപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ അതേ നമ്മൾ വെമ്പിള്ളി ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഒരു സ്ഥലം കണ്ടിട്ട് ഇറങ്ങിയതാട്ടോ. ഒരു തോട് മെത്തി നിറഞ്ഞു പോകുന്നു. നോക്കി അത് നോക്കി, വലിയൊരു ടവർ. എന്നാ വലിപ്പം നോക്കിയാൽ ടവറിന്. ആ ടവർ അങ്ങനെ പോകുന്നുണ്ട്, ലൈൻ കമ്പി അങ്ങ് പോകുന്നുണ്ട്. അവിടെ കുറേ ടവറുകളുടെ കൂട്ടങ്ങൾ കാണാം. അതുപോലെ തന്നെ അവിടെ ഒരു KSEBയുടെ സബ്സ്റ്റേഷനാണെന്ന് അങ്ങ് ദൂരത്ത് കാണാം കേട്ടോ. ഇതൊക്കെ ഈ പശുവിനെ കൊടുക്കാനുള്ള പുല്ലാണ്. അതിൽക്കൂടെയൊക്കെ വെള്ളം, ഈ മഴ കാരണം വെള്ളം മെത്തി നിറഞ്ഞൊഴുകുന്ന ഒരു കാഴ്ച കേട്ടോ. ഇതൊക്കെ മൊത്തം കൃഷിയാണ് ചെയ്തേക്കുന്നത്. കപ്പയും അങ്ങനെയുള്ളതൊക്കെ ആയിട്ട് കാണാനായിട്ട് സാധിക്കുന്നത്. ഈ ഏരിയയിൽ ഇങ്ങനെ കാട് പിടിച്ചിറക്കണം. എനിക്ക് തോന്നുന്നത് ഈ ടവർ ഉള്ളതുകൊണ്ടായിരിക്കും അവിടെ കൃഷിയൊന്നും ചെയ്യുന്നില്ലാത്തത്. ഓ, എന്നാ കൂറ്റൻ ടവറാ എൻ്റെ പൊന്നു. കൃഷിയാണോ? എന്താ കൃഷിയാണ് ഇവിടെ? കപ്പയുണ്ട്, പാവലുണ്ട്, കോവലുണ്ട്. കപ്പ, പാവല്, കോവല്. ചേട്ടൻ്റെ സ്വന്തം തോട്ടമാണോ? അല്ല, തോട്ടം പാടത്തിനെടുത്തേക്കാണോ? എത്ര ഏക്കറുണ്ട്? 1.5-1.25 ഏക്കറോളം. അതെ അല്ലേ. മൊത്തം പാവല്, കപ്പ, പറിക്കാറായ കപ്പ, അത് മുഴുവൻ വെള്ളത്തിലാണ്. അതെ, വെള്ളം കയറി അല്ലേ. ഈ തോട് മെത്തി ഉണ്ടോ? ഈ തോട് മെത്തിയിട്ടങ്ങ് വെള്ളം. അവിടെയാണോ? പണിയിലായിരുന്നോ? എനിക്ക് കാല് വയ്യാത്തോണ്ടേ. മഴ ഭയങ്കര പ്രശ്നം അല്ലേ. ഇതൊക്കെ കുറച്ചുകൂടെ കയറി കഴിഞ്ഞാൽ ഇങ്ങോട്ടേക്ക് വെള്ളം കയറും. അതെ അല്ലേ. ഇതാണോ ചേട്ടൻ്റെ തോട്ടം? ഇതിനങ്ങ് അറ്റം വരെ കപ്പയുണ്ട്. പറിക്കാറായ കപ്പയല്ല അല്ലേ? പറിക്കാറായതുകൊണ്ട് പറിക്കാറാകാത്തതും 3 മാസമായല്ലേ. ഓ, ശരി ശരി. അപ്പുറത്ത് 9 മാസത്തോളം ആയതാ. അതെ അല്ലേ. അത് ഇന്നലെ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് 300 കിലോയുടെ പറിക്കാൻ പറ്റിയിട്ടുള്ളൂ. ഏകദേശം ഒരു 4000 കിലോയോളം വരും. 4000 കിലോ എന്ന് പറഞ്ഞാൽ ഒരു ഒറ്റ പ്രാവശ്യം പറിക്കുമ്പോൾ തന്നെയാണ്. അപ്പൊ ആ നിൽക്കുന്ന തന്നെ 4000 കിലോ ഉണ്ട്. അതുണ്ട്. ഇത് എവിടെ വിൽക്കുന്നത്? ഇവിടെ വന്ന് എടുത്തോണ്ട് പോകുമോ? സൊസൈറ്റി കൊണ്ടുപോയിക്കോ? സൊസൈറ്റി കൊണ്ട് അവിടെ ഓർഡർ വരുമ്പോൾ പറയും, ഞങ്ങൾ ഇവിടെ വെച്ചാൽ. അതെ അല്ലേ. ഒരു തരത്തിലും മുതലാകുന്ന പരിപാടിയല്ലത്. അതെ അല്ലേ. ഈ സമയത്ത് ഒരിക്കലും ഇതുപോലെ വെള്ളം പൊങ്ങിയിട്ടില്ല. അതെയോ? കഴിഞ്ഞ വർഷം ഒന്നും ഇത്ര ഇല്ല. നേരെ ഈ വർഷം മഴ നേരത്തെ അല്ലേ. ജൂൺ ആകുന്നതിന് മുന്നേ ഈ വർഷം മഴ തുടങ്ങിയോണ്ടേ. അപ്പൊ കൃഷീനെയൊക്കെ നല്ല രീതിയിൽ ബാധിക്കും അല്ലേ ഏട്ടാ? ഇങ്ങോട്ട് പോകത്തില്ലോ ഇവിടെ വെള്ളം. ഇതിങ്ങനെ ബ്ലോക്ക് ചെയ്ത് ചെന്നാലും കയറൂല്ലേ? വേസ്റ്റ് കയറാതിരിക്കാൻ കേട്ടോ. അപ്പോൾ എവിടെയാണ് ഈ സ്ഥലത്തിന്റെ പേരാണ് കറക്റ്റ്? പകലോമറ്റം. പകലോമറ്റം. നമ്മളിപ്പം വെമ്പള്ളി അല്ല, നമ്മളിവിടുന്ന് കോഴ ഭാഗത്തു നിന്നാണല്ലോ. കോഴ ഭാഗത്ത് നിന്ന് കുറവിലങ്ങാട് കഴിഞ്ഞ് പകലോമറ്റം അല്ലേ. ഇത് കഴിഞ്ഞിട്ട് കുരിയും വെമ്പള്ളി അങ്ങനെ കേട്ടോ. അപ്പോൾ ഈ ഒരു മേഖലയിൽ മെയിനായിട്ടും കപ്പ, പച്ചക്കറികൾ അത് തന്നെ. കോവല് അങ്ങനെയുള്ളതൊക്കെ അല്ലേ. ഓ, വെള്ളം പോകണമൊക്കെ. ഇത് തേങ്ങയൊക്കെ ഒഴുകി വരുന്നു. അത് പിടിച്ചു നിർത്താൻ പറ്റുമോ? ഇത് നല്ല തേങ്ങ കേട്ടോ. തേങ്ങ അത് അല്ലേ? ബമ്പിളി നാരങ്ങ. ഓക്കെ, അത് തേങ്ങ. അതെ അതെ, അത് നാരങ്ങ. കണ്ട തേങ്ങ, അതെല്ലാം നാരങ്ങ കേട്ടോ ഒഴുകി വരുന്നത്. അപ്പോൾ ഈ കാണുന്നത് ഒരു അക്വാഡക്റ്റ് ആണേ. ഇതിൽ അതിശയം എന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ MVP കനാലാട്ടോ. മൂവാറ്റുപുഴ വാലി ഇറിഗേഷൻ പ്രൊജക്റ്റിൻ്റെ കനാല്. അതായത് നമ്മുടെ ഇടുക്കി ഡാമിൽ കിടക്കണ വെള്ളം മലങ്കര ഡാമിൽ വന്നിട്ട് അവിടുന്ന് തുറന്നു വിടുന്ന കനാൽ. എൻ്റെ വീട്ടിലേക്ക് അതിലെ പോകുന്ന കനാലിൻ്റെ തന്നെ വേറെ ഒരു ശാഖ കേട്ടോ. ഇതെനിക്ക് തന്നെ കിടങ്ങൂർ ബ്രാഞ്ചിൻ്റെ ആ ഒരു കനാലാണ്. അത് അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അക്വാഡക്റ്റ് ആണ്. അപ്പോൾ ഇന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മുടെ ഇടുക്കി ഡാമിൽ കിടക്കണ വെള്ളം എത്രയൊക്കെ സ്ഥലത്തോടെയല്ലേ കടന്നു പോകുന്നത്. ഇതിൻ്റെ ഒരു എൻഡൊന്നും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല കേട്ടോ. തുടക്കം നമ്മുടെ തൊടുപുഴ അടുത്തുള്ള മലങ്കര ഡാമിൽ നിന്നാണ്. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നു എന്ന് ഒരു പിടുത്തമില്ല. ഇതൊക്കെ ഇങ്ങനെ കിടക്കണം കേട്ടോ. ആ ഒരു ഭാഗത്തു നിന്നൊക്കെ അടിപൊളി നല്ല കിടിലം മഴ കേട്ടോ. ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു വാഴത്തട്ടാണ്. ഇവിടെ എല്ലാം കയറി നിൽക്കാൻ പറ്റുമോ? വാഴയൊക്കെ കൊലച്ച് കിടക്കണുണ്ടോ? ഇവിടെ കയറിയിരുന്ന നനയില്ല കേട്ടോ. ഈ വാഴയുടെ ഏതെങ്കിലും ഇലയുടെ അടിയിലേക്ക് കയറി നിന്നാൽ മതി. ഒട്ടും നനയില്ല. നമ്മൾ ബഡ് പ്ലാവാന്ന് തോന്നുന്നു കണ്ടിട്ട്. വളരെ ചെറിയൊരു പ്ലാവാണ്. അതിൽ 2 ചക്കകൾ കാഴ്ച കിടക്കണുണ്ടോ? വളരെ ചെറിയൊരു ചക്ക കണ്ടോ? അത് പിരിഞ്ഞേക്കുവാണേ. ഇതുണ്ടോ ചക്ക കാഴ്ച കിടക്കുന്നതൊക്കെ? സാധാരണ നമ്മുടെ നാടൻ പ്ലാവിൻ്റെ ഒക്കെ ചക്ക എന്ന് പറഞ്ഞാൽ ഈ ഒരു വലിപ്പമൊക്കെ ആകുമ്പോഴത്തേനും ചെറിയൊരു തിരി പോലെയല്ലേ കാണുന്നത്. ഇതാ ഒരു ചക്കയുടെ ഷേപ്പിൽ തന്നെ ഇപ്പം തന്നെ ആയിട്ടുണ്ട്. ഇത് അധികം വലിപ്പം വെക്കില്ല. ഇതൊക്കെ മിക്കവാറും വിളഞ്ഞ ചക്കയായിരിക്കും കേട്ടോ. മഴ കുറഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നടക്കുന്ന കാര്യമൊന്നുമില്ല. നമുക്കിവിടെ കൃഷി മാത്രമായിട്ട് കാണാനുള്ളതും പല തരത്തിലുള്ള കൃഷികളാണ്. വാഴ ഇങ്ങോട്ടൊക്കെ വന്നപ്പോഴത്തേനും വാഴ, അതുപോലെ തന്നെ ഇടയ്ക്കോടെ കപ്പയുണ്ട്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. നമുക്ക് അക്വാഡക്റ്റിൻ്റെ എൻഡിലായിട്ട് ഇങ്ങനെ ഒരു റിങ് കണ്ടില്ല, അതൊരു കിണർ പോലെ. അതുപോലെ തന്നെ ആ ഒരു സൈഡിൽ ഇപ്പോൾ ഞാൻ ആദ്യം കാണിച്ചത്
ആ ഒരു ഭാഗം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഗ്യാപ്പിൽ കൂടെയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. ഇതൊക്കെ ഈ രണ്ട് സ്ഥലവും തമ്മിൽ ഗ്യാപ്പുണ്ട്. അപ്പോൾ ഈ വെള്ളം എങ്ങനെയായിരിക്കും അങ്ങോട്ടേക്ക് ഇനി പാസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? മിക്കവാറും ഈ കിണറിൻ്റെ അകത്തേക്ക് ഇനി അടിക്കൂടെ ആയിരിക്കുമോ? അടിക്കൂടെ എങ്ങനെയാണ് മേളിലേക്ക് എത്തിക്കുന്നത്? അതിൻ്റെ മേളിലേക്ക് ചോദിച്ചുക. ചേട്ടാ ഒരു സംശയം, ഇത് അക്വാഡക്റ്റ് അല്ലേ? അക്വാഡക്റ്റ്. അപ്പോൾ ഈ അങ്ങോട്ട് എങ്ങനെ വെള്ളം കൊണ്ടുപോകണം ഇവിടുന്ന്? അവിടുന്നാണ് വെള്ളം വരുന്നത് ഇതിൻ്റെ അകത്തേക്ക്. പക്ഷേ ഇതെങ്ങനെ ഇത് അടിക്കൂടെ വരുമോ? അടിക്കൂടെ വരുമ്പോൾ ഇത് ലെവൽ ഇതല്ലേ? ആ ആ ഓ ആ അത് മനസ്സിലായി. പക്ഷെ ഇവിടുന്ന് ആ ഈ ലെവൽ തന്നെ അടി വരുമോ? ആ ലെവൽ ഈ ലെവലും കറക്റ്റ് സെയിം ആണോ? ആ ഓക്കെ അങ്ങനെ ഞാൻ ഓർക്കും ചെയ്തു. ഞാൻ കുറേ നേരമായിട്ട് ഇങ്ങനെ ആലോചിക്കുക സംഭവം എങ്ങനെയാണെന്ന്. അപ്പം മേലിക്കൂടെ ഒഴുകി വരുന്ന വെള്ളം, അതായത് അക്വാഡക്റ്റിൽ നിന്ന് ഒഴുകി വരുന്ന വെള്ളം ഗ്രൗണ്ട് ലെവലിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കിണർ ഇവിടെ നിർമ്മിച്ച് വെച്ചേക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഒരു സെയിം കിണർ നമുക്ക് അവിടെയും കാണാം. അപ്പോൾ ആ ഒരു എൻഡിലെയും ഈ ഒരു എൻഡിലെയും കിണറിൻ്റെ ഹൈറ്റൊക്കെ സെയിം ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ റോഡിൻ്റെ അടിയിലൂടെ വെള്ളം കൊണ്ടുവന്നിട്ട് ഈ കിണർ മെത്തി നിറഞ്ഞ് ഇതിലേക്ക് ഒഴുകി പോവുകയാണ്. ഇപ്പോൾ സിസ്റ്റം മനസ്സിലായില്ല എങ്ങനെയാണെന്ന്? വളരെ സിമ്പിളായിട്ട് ഉള്ള സംഗതി തന്നെയാണ്. നമുക്ക് ആദ്യം കാണുമ്പോൾ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും അതങ്ങനെയാണ് വെള്ളം ഒഴുകി പോകുന്നത് കേട്ടോ. അപ്പോൾ ആ രണ്ട് കിണറാണ് ഇവിടുത്തെ ഒരു എന്താ പറയുക ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഈ കിണർ നിറഞ്ഞ് എത്തി ഈ ഒരു ചാലിലേക്ക്, അതായത് കനാലിലേക്ക് നേരെ വെള്ളം വന്ന് അങ്ങനെ ഒഴുകി പോവുക കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിൽ ആ ഒരു മെയിൻ റോഡ് കടന്നു പോകുന്നതുകൊണ്ടാണ് ഈ ഒരു സിസ്റ്റം ഇവിടെ സ്വീകരിച്ചിരിക്കുന്നത്. കൊള്ളാം, ആ ഒരു സംശയം മാറി കിട്ടി. അപ്പം അങ്ങനെ നമ്മൾ വെമ്പിള്ളി എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ് എത്തിയിരിക്കുന്നത് കേട്ടോ. വെമ്പിള്ളി നോർത്ത് ഉണ്ട്, വെമ്പിള്ളി സൗത്ത് ഉണ്ട്. അതിൽ വെമ്പിള്ളി സൗത്താണ് ഇത്. അപ്പോൾ അത് MC റോഡാണ് കടന്നു പോകുന്നത്. ഇത് കഴിഞ്ഞാൽ പിന്നെ ഏറ്റുമാനൂർ റീജിയനിലേക്ക് നമ്മൾ കയറുക കേട്ടോ. അതുപോലെ തന്നെ ഈ ഒരു സൈഡിൽ വലിയൊരു പാടശേഖരം നമുക്ക് കാണാം. ഈ പാടത്തിലൊക്കെ മൊത്തം വെള്ളം കയറി കിടക്കും കേട്ടോ. കൃഷി ഇറക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കുന്നൊരു അവസ്ഥയാണുള്ളത്. അപ്പോൾ ഈ മതിൽക്കെട്ടിൻ്റെ അകത്ത് ഇവിടുത്തെ സ്കൂളാട്ടോ, പെമ്പിള്ളിയിലെ ഗവൺമെൻറ് UP സ്കൂളാണ് ഈ ഒരു മതിൽക്കെട്ടിൻ്റെ അകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പിന്നെ സ്കൂളൊക്കെ തുറക്കാൻ വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഇവിടെ കൃഷി ഇറക്കിയേക്കുന്നതല്ലേ? ഈ ഒരു 8 ദിവസം മുമ്പ് കൃഷി ഇറക്കിയതാണ്. ഞാൻ ഓർത്ത് ഇത് ഇങ്ങനെ ഈ വെള്ളം കയറി കിടക്കുന്നുണ്ട് കൃഷി ഇറക്കാൻ പറ്റാതെ അങ്ങനെ കിടക്കണമായിരിക്കുന്നു. കഴിഞ്ഞാൽ ഉടനെ നമുക്ക് വെള്ളം വന്നാലും കുഴപ്പമില്ല. ഒരു 8 ദിവസമൊക്കെ ആകുമ്പോൾ വെള്ളം താന്ന് കിട്ടിയാൽ മതി. അതെ അല്ലേ? നെല്ല് പിടിച്ചോളും. ഇതില് നെല്ല് വിതച്ചിട്ടുണ്ട് കേട്ടോ, കാണാൻ പറ്റുന്നുണ്ട്. ശരി ശരി ശരി. മുകളിൽ നിൽക്കുന്ന കളകളാണ്, ബാക്കിയെല്ലാം നെല്ല് കുഴപ്പമില്ല, പിടിച്ചോളൂ അല്ലേ? ഇപ്പൊ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഈ കളയ്ക്ക് വേണ്ടി കളനാശിനി അടിക്കും. കളനാശിനി അടിക്കും. കളയൊക്കെ പോകും, നെല്ല് മാത്രം അവിടെ നിൽക്കും വരും. ഇത് എത്ര ഏക്കർ ഉണ്ട് മൊത്തം ഈ പാടശേഖരം? 50 ഏക്കറുണ്ട്. 50 ഏക്കർ ഒരാളുടെ ആണോ? അല്ലല്ല, പല ആൾക്കാരുടെ. 1 ഏക്കർ, അര ഏക്കർ, 2 ഏക്കർ വരെയുള്ള സ്ഥലക്കാർക്ക് ഉണ്ട് അല്ലേ? അത് 15 സെന്റ് മുതൽ 2.5 ഏക്കർ വരെയുള്ള ആൾക്കാരേ ഉള്ളൂ. എല്ലാവരും സ്വന്തമായിട്ട് ഉപയോഗിക്കും, ബാക്കിയുള്ള സപ്ലൈകോയ്ക്ക് കൊടുക്കും. ശരി ശരി ശരി. എല്ലാ വർഷവും കൃഷി 2 പൂപ്പ് കൃഷി ചെയ്യുന്നതാണ്. വളരെ വിരളമായിട്ട് ചില വർഷങ്ങളിൽ മാത്രം നഷ്ടപ്പെടാറുണ്ട്. അപ്പൊ അത് നഷ്ടപരിഹാരം കിട്ടാറുണ്ട്. ഓക്കെ. ഈ ചെക്ക് ഡാമിൽ നിന്ന് കൂടെ വെള്ളം എത്തി കയറുമോ? ഡാമിൽ നമ്മൾ ഇതിനകത്ത് പലയിടും അല്ലേ? വെള്ളം കയറും, ഇതിലെ വെള്ളം കയറും. വെള്ളം ഇങ്ങോട്ട് ഇറക്കാനായിട്ടല്ലേ? ഇതിപ്പോ നമ്മള് വെള്ളം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ പലക എല്ലാം എടുത്ത് മാറ്റിവെക്കുന്നത്. വെള്ളം വന്നു കഴിഞ്ഞാൽ ഇവിടെ തടഞ്ഞു നിർത്തിക്കാൻ വഴിയിലൊക്കെ വെള്ളം കയറും. ഇതിനകത്ത് നമ്മൾ പലകയൊക്കെ വെക്കുന്നതാണ്. ഓ ശരി ശരി. എല്ലാവരുടെയും വീട് ഇവിടെയാണോ? ഞങ്ങൾ ഈ പരിസരം ഉള്ളവരാണ്. ഇവിടെ പാടം കൃഷിയുള്ള ആൾക്കാർ. എന്റെ പാടത്താണ് കൃഷി. അത് കുറച്ച് വേറെ വിത്ത് വെക്കാനുള്ളതാണ്. നാളെ പറിക്കുന്നത്. ഒരുപാട് ചെറുകിട കർഷകരൊക്കെയുള്ള നെല്ല് മുതൽ പച്ചക്കറികൾ വരെ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്രാമപ്രദേശങ്ങളിലൂടെയാണ് നമ്മളിന്ന് യാത്ര ചെയ്തത് കേട്ടോ. എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിൽ ഇത്രയും, കാരണം ഇത് ഒരുപാട് ഏരിയ ഉണ്ട്, ഇത്രയും ഏരിയ കൃഷിക്ക് വേണ്ടിയിട്ട് മാറ്റി വെച്ചേക്കുന്ന സ്ഥലങ്ങളൊക്കെ വളരെ കുറവാണെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കേട്ടോ. അങ്ങനെ വെമ്പിള്ളി സൗത്തിൽ നിന്ന് നമ്മൾ പുറകോട്ടേക്ക് വന്നേക്കോട്ടെ. ഈ സ്ഥലം വെമ്പിള്ളി നോർത്ത് എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ക്ഷേത്രമുണ്ട്, അരുവിക്കൽ ശ്രീ ശിവസുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം. മഴക്കാലമായി കഴിഞ്ഞാൽ റീലുകളിലൊക്കെ ഇടം പിടിക്കുന്ന ക്ഷേത്രമാണ്. സ്വന്തമായിട്ട് വെള്ളച്ചാട്ടമുള്ള ക്ഷേത്രം കേട്ടോ. കളത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. നമ്മൾ കഴിഞ്ഞ വർഷം ഇവിടെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളതാണ്. എന്നാലും ഇപ്രാവശ്യം ഇവിടെ വന്നുകൊണ്ട് തന്നെ വീണ്ടും ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഈ മെയിൻ റോഡിൽ നിന്ന് ഈ കാണുന്ന പോക്കറ്റ് റോഡ് വഴിയാണ് നമുക്ക് ക്ഷേത്രത്തിലേക്ക് പോകേണ്ടത് കേട്ടോ. അപ്പോൾ ആ ഒരു മെയിൻ റോഡിൽ നിന്ന് കറക്റ്റ് 1 കിലോമീറ്റർ ഉള്ള ക്ഷേത്രത്തിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത്. ഇവിടെയൊക്കെ നമുക്ക് കണ്ടം കൃഷിയൊക്കെയാണ് കാണാനായിട്ട് സാധിക്കുന്നത് കേട്ടോ. നമുക്ക് 2 വഴിയിൽ വരാം കേട്ടോ ക്ഷേത്രത്തിലേക്ക്. ഈ വെമ്പിള്ളി എത്തുന്നതിന് മുന്നേ കുര്യന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. കുര്യത്ത് നിന്ന് നമുക്ക് തിരിഞ്ഞ് അതുവഴിയാണ് കഴിഞ്ഞ വർഷം ഞങ്ങൾ പോയത് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ വരേണ്ട ടൈം കറക്റ്റാണ്. ഈ മൺസൂൺ ടൈമിലാണ് നമുക്ക് ആ ഒരു വെള്ളച്ചാട്ടം നല്ല രീതിയിൽ കാണാൻ പറ്റില്ല. ഇപ്പോൾ നല്ല മിക്കവാറും എൻ്റെ ഒരു ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ വെള്ളം കാണും ഇവിടെ. കാരണം നല്ല മഴയല്ലേ കുറച്ച് ദിവസമായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്ക് കണ്ടോ കേട്ടോ, ഇവിടെ ഒരു ഹിഡൻ ജെമ്മുണ്ട്. ആ ഒരു ബിൽഡിംഗ് ഉണ്ടോ, ഇത് കേരള ഖാദി ഗ്രാമവ്യവസായ ബോർഡിൻ്റെ ഒരു യൂണിറ്റ് കേട്ടോ. റെഡിമെയ്ഡ് ഗാർമെൻറ്റ് യൂണിറ്റാണ് കളത്തൂരിൽ സ്ഥിതി ചെയ്യുന്നത്.
ഇവിടം അകത്തൊക്കെ ഇപ്പോൾ ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്ന് തോന്നാം. നമുക്ക് അവിടെ കയറി വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയില്ല. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചു നോക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അകത്ത് വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിൽ പെർമിഷൻ വേണം കേട്ടോ. ഞാൻ ചോദിച്ചു നോക്കി. ഇന്ന് ഇവിടെ വർക്കേഴ്സ് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇവരെ സാറിന്ന് ലീവാണ്. അതുകൊണ്ട് തന്നെ അകത്തെ കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. അവിടെ ഈ മുണ്ടൊക്കെ ഇങ്ങനെ നെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. കൈത്തറിയാണേ. ഇപ്പോഴും ഇവിടെ ജോലി നടക്കുന്നുണ്ട്. ഒരുപാട് ജോലിക്കാരോട് ജോലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ കുറേ കെട്ടിടങ്ങൾ നമുക്ക് ഈ ഏരിയ കാണാം കേട്ടോ. ഞാനിങ്ങനെ ഇത് ഇവിടെ ഉണ്ടെന്ന് ഓർത്ത് വന്നതല്ല, ഇങ്ങനെ യാദൃശ്ചികമായിട്ട് കണ്ടതാണേ. അപ്പോൾ അതെ ഇവിടെയൊക്കെ കാണാം. അവിടെയൊക്കെ ആളുകളൊക്കെ ജോലി ചെയ്യുന്നുണ്ട്. ഇവിടെ ഇങ്ങനെ വേറെ ഒരു അമ്പലം കാണാം കേട്ടോ. നമ്മൾ പോകുന്ന അമ്പലത്തിൻ്റെ ബോർഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കണ്ടത് ഇതിൻ്റെ അകത്ത് വേറെ അമ്പലമാണ്, ചാലപ്പള്ളിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. ആ അമ്പലം നിൽക്കുന്ന സ്ഥലമൊക്കെ എന്ത് രസമാണെന്ന് നോക്കി. ഇത് കണ്ടോ, കണ്ടതാണേ. ഇത് തനി നാട്ടുമ്പുറം കേട്ടോ. ഞാൻ വീട് തുടക്കത്തിൽ പറഞ്ഞില്ലായിരുന്നു, നമ്മുടെ കേരളത്തിൻ്റെ പഴയ ഒരു മുഖച്ഛായ നമുക്ക് എവിടേക്കോ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ഉൾപ്രദേശങ്ങളൊക്കെയാണ്, അതിലൂടെയൊക്കെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അമ്പലത്തിൻ്റെ പടിപ്പുര കണ്ടോ. ഇവിടെ അമ്പലക്കുളം നമുക്ക് കാണാം. ആ വെള്ളത്തിൻ്റെ കളർ നോക്കി, നല്ല ഭംഗിയുണ്ട് കാണാൻ. അതുപോലെ തന്നെ അമ്പലത്തിൻ്റെ അതിലൊരു തോടൊക്കെ മെത്തി, എവിടെ നോക്കിയാലും തോടുകളാട്ടോ. എല്ലാ തോടും ഇങ്ങനെ മെത്തി നിറഞ്ഞ് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് നോക്കിയാൽ വെള്ളം ഒഴുകുന്ന ഒരു സ്പീഡ് കണ്ടോ, അങ്ങനെ ഒഴുകി പോവാണ്. കളത്തൂർ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. അപ്പോൾ ഇവിടെ അമ്പലത്തിൻ്റെ ബോർഡ് കാണാം. നമുക്ക് ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോകണത് ഒരു അബാൻഡൻഡ് ഹൗസ്, വലിയൊരു വാർക്ക് കെട്ടിടമാണേ. താമസമില്ലാതെ അങ്ങനെ കിടക്കും കേട്ടോ. കറക്റ്റ് ഉണ്ട്, കണ്ണിൽ പെട്ടു. ഇത് നേരെ അമ്പലത്തിലേക്ക് കിടക്കണ വഴി കേട്ടോ. ഇവിടെ കുറേ പുതിയ വീടുകളൊക്കെ പണിയുന്നുണ്ട്. റെസിഡൻഷ്യൽ ഏരിയ ആണേ. മഴക്കാലമായി കഴിഞ്ഞാൽ ഒരു പ്രത്യേക സുഖം കേട്ടോ, സൈക്കിളിൽ ഈ ഗ്രാമങ്ങളിലൂടെയൊക്കെ ചുറ്റിക്കറങ്ങാൻ. മൊത്തം ഡാർക്കായില്ലേ നോക്കി, പ്രകൃതി നല്ല പച്ചപ്പൊക്കെ വന്നിട്ട് അടിപൊളിയല്ലേ. അപ്പോൾ അതെ ആ കാണാണ് ക്ഷേത്രം. വെള്ളച്ചാട്ടം ഇല്ലേ, ഭയങ്കര മാറ്റം സംഭവിച്ചല്ലോ കഴിഞ്ഞ വർഷത്തേക്കാളും. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന വഴി തെറ്റിയിട്ടില്ല, ക്ഷേത്രം ഇത് തന്നെയാണ്. പക്ഷേ നമ്മളിത് ക്ഷേത്രത്തിൻ്റെ പുറകുവശത്തോടെയാണ് വന്നേക്കുന്നത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അതുവഴിയായിരുന്നു വന്നത്. അങ്ങോട്ടേക്ക് പോകാം, അവിടെ ഒരു പാലമുണ്ട്, അതുവഴി ക്രോസ് ചെയ്ത് പോകാം. അവിടെയൊക്കെ ആ വെള്ളച്ചാട്ടത്തിലെ കുറേ പേര് കുളിക്കുന്നുണ്ടെന്ന് തോന്നുന്നു, കുറേ പിള്ളേരൊക്കെ അവിടെ കാണാം. അപ്പോൾ ഈ തോടാണ് നേരെ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ വെള്ളച്ചാട്ടമായിട്ട് അങ്ങനെ ഒഴുകി പോകുന്നത്. അപ്പോൾ ഇതുവഴിയായിരുന്നു ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം വന്നത്. കൊരിയൻ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഞങ്ങൾ തിരിഞ്ഞു വന്നത്. അപ്പോൾ ഇതുവഴി വന്നിട്ട് ഇതാണ് അമ്പലത്തിൻ്റെ ആർച്ച് കണ്ടോ. അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് ചെല്ലുന്നത്. നമ്മൾ ആദ്യം പോയത് അമ്പലത്തിൻ്റെ അപ്പുറത്തോടെ നടക്കുന്ന വഴിയാട്ടോ, അമ്പലത്തിൻ്റെ ബാക്കിലേക്കാണ് ചെന്നത്. ബാക്ക് സൈഡാട്ടോ പോയത്. അമ്പലത്തിൻ്റെ മുന്നിലുള്ള തോട്ടത്തിലൊക്കെ നിറയെ കാലികളൊക്കെ മേയുന്നതാണ് കേട്ടോ. ഇഷ്ടം പോലെ പിള്ളേരാണേ. അടുത്ത ദിവസം സ്കൂൾ തുറക്കുമല്ലേ, അതിൻ്റെ മുന്നോടിയായിട്ടുള്ള കലാശക്കൊട്ടലാണ് കാണാൻ സാധിക്കുന്നത്. സൈക്കിളിലൊക്കെ ഒരുപാട് പിള്ളേരാണ് വന്നിട്ടുള്ളത് കേട്ടോ. എല്ലാവരും അവിടെ വെള്ളത്തിൽ ചാടി കുളിക്കുന്നുണ്ട്. ആ തോടങ്ങനെ ഒഴുകി പോകുന്നുണ്ടോ. അപ്പോൾ അതേ നല്ല മഴയുള്ള സമയമായതുകൊണ്ടേ തോട് മെത്തിയാണ് വെള്ളം പോകുന്നത്. പക്ഷെ സേഫാട്ടോ, വെള്ളച്ചാട്ടം അവിടെ ഇറങ്ങി കുളിക്കാനൊക്കെ സേഫാണ്. നമ്മളെ മൂടി വെള്ളമൊന്നുമില്ല. അതെ ചെറിയ പിള്ളേർ അവിടെ ചാടുന്നുണ്ട്. അത്യാവശ്യം നീന്തലറിയാവുന്നവർക്കൊക്കെ ഒരു കുഴപ്പമില്ല കേട്ടോ അവിടെ ഇറങ്ങിയെന്നോർത്ത്. ഈ തോട് അങ്ങനെ പോവാട്ടോ, നല്ല തിരക്കാണ്. ഈ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട്, അതുമല്ല നല്ല വെള്ളം ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടെ ഇരച്ചെത്തുന്നുണ്ട് കേട്ടോ. ഞാനിവിടെ ഇറങ്ങാമെന്നൊക്കെ വിചാരിച്ചു വന്നതാണ്, പക്ഷെ നല്ല തിരക്കായതുകൊണ്ട് തൽക്കാലം തന്നെ ഉള്ളതുകൊണ്ടും ഇറങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ കണ്ടിട്ട് ഇറങ്ങാതിരിക്കാനും തോന്നുന്നില്ല. ഒരാളുടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും ഞാൻ ചാടിയാൽ ഒന്നും നോക്കില്ല. കഴിഞ്ഞ വർഷം നമ്മുടെ ഇവിടെ റോമി ബ്രോ ഉണ്ടായിരുന്നു. അയ്യോ കഴിഞ്ഞ വർഷം ഒരിക്കലും മറക്കില്ല, ഈ ഒരു സ്ഥലം ഒരിക്കലും മറക്കാൻ പറ്റില്ല. കഴിഞ്ഞ വർഷം നമ്മളിവിടെ വന്നിട്ട് വീണ്ടുകാനം വന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി അണ്ടർ വാട്ടർ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് ആദ്യത്തെ ഗോപ്ര ഉണ്ടായിരുന്നത് അടിച്ചു പോയിട്ടോ. അകത്ത് വെള്ളം കയറി അടിച്ചു പോയായിരുന്നു. അയ്യോ അത് വല്ലാത്തൊരു സംഭവമായി പോയി. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോ അരുവിക്കൽ ക്ഷേത്ര സന്നിധിയിൽ നിന്ന് വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇവിടുത്തെ ലൊക്കേഷൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾ മഴക്കാലമൊക്കെ പോകുന്നതിന് മുന്നേ വരും കേട്ടോ, എന്നാലാണ് ഇവിടുത്തെ ആ ഒരു വൈബൊക്കെ നമുക്ക് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.